മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 12:3-4 വാക്യം. 1 Samuel chapter 12 verse 3 and 4. ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ. ഞാൻ ആരുടെയെങ്കിലും കാളയോ കഴുതിയോ അപഹരിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ? വിലയേതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്തും മടക്കിത്തരാം. അവൻ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടില്ല. ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല. സാമുവേൽ ദീർഘവർഷങ്ങൾ ഇസ്രായേലിന്റെ അനുഷ്യത്യ നേതാവായിരുന്നു. ഭരണാധികാരം സൗളിനെ ഏൽപ്പിച്ച ശേഷം ജനത്തെ അഭിസംബോധന ചെയ്ത് ചോദിച്ച ചോദ്യവും ജനം പറഞ്ഞ മറുപടിയുമാണ്. സാമുവേൽ യാതൊന്നും സ്വന്തമായി സമ്പാദിച്ചു, ആരുടെയും സംഭാവന വാങ്ങിയിട്ടില്ല. ഉള്ളതുകൊണ്ട് അലംഭാവത്തോടെ ജീവിച്ചു. സ്വന്തം കാര്യസാധ്യത്തിനായി സാമുവേൽ തന്റെ പ്രവർത്തന രംഗത്തെ ഉപയോഗിച്ചില്ല. ജനത്തിനു വേണ്ടി ജീവിച്ചു. സാമുവേൽ നമുക്ക് അംഗീകരിക്കാവുന്ന മാതൃകയാണ്. ജനമധ്യത്തിൽ നേതാക്കളാകുവാൻ പലരും ആഗ്രഹിക്കും. കൂടുതൽ ചുമതലകൾ ലഭിക്കുവാൻ പരിശ്രമിക്കും. നാം ഈ രംഗങ്ങളിൽ വിജയിക്കണമെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിനായി അവയെ ഉപയോഗിക്കരുത്. സ്വന്തം നേട്ടങ്ങൾക്കായി പൊതുസേവന രംഗം ഉപയോഗിച്ചാൽ അത് നമ്മുടെ സൽപ്പേരിന് കളങ്കമായിരിക്കും. സാമുവേൽ നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്. പ്രശസ്തി പോലും ആഗ്രഹിക്കാതെ സേവനം ചെയ്താൽ നാം പരാജയപ്പെടുകയില്ല. സഭാ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന വൈദികരെയും മറ്റു പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും ജീവിതം ഈ വീക്ഷണത്തിൽ ആശ്രയിച്ചു. എനിക്ക് എന്ത് ലഭിച്ചു എന്നല്ല, എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്നതായിരിക്കണം നമ്മുടെ അടിസ്ഥാന ചിന്ത. കേരളത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശേഷം മടങ്ങിപ്പോയ ഡോക്ടർ സോമർവെല്ലിന് ഒരു യാത്രയപ്പ് യോഗം അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ക്രമീകരിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് യാതൊന്നും സ്വന്തമായി സമ്പാദിക്കുകയില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഒരു സമ്പാദ്യവും കൂടാതെയായിരുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയത്. ആ ആത്മത്യാഗിയുടെ സേവനം ലഭിച്ച ആയിരങ്ങൾ കേരളത്തിലുണ്ട്. അവർ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്മരിക്കുന്നു. ഔദാര്യം സ്വീകരിച്ച് ആത്മാഭിമാനം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സർവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.